സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം തൊഴിലാളി സംഘടനകളോ പ്രശസ്ത വ്യക്തികളോ നൽകുന്നത് സാധാരണയാണ്. എന്നാൽ ജീവൻ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി വിദ്യാർത്ഥികൾ പണം നൽകുന്നത് അപൂർവമാണ്. അത്തരമൊരു കാഴ്ചയ്ക്കാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസ് സാക്ഷിയായത്. റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ 10,000-കണക്കിന് ഇന്ത്യക്കാരാണ് ഉക്രൈനിൽ കുടുങ്ങിയത്. ഇതിൽ 3000-ഓളം മലയാളികളും ഉണ്ടായിരുന്നു. ഇവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. യുദ്ധഭീതിയിൽ കഴിഞ്ഞവരെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ചത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ജീവൻ മുറുകെ പിടിച്ച് തിരികെ നാട്ടിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് സായി, ശ്രുതിയും സൗരവും. അന്ന് ജീവൻ തിരികെ നൽകിയതിനുള്ള സമ്മാനമായിട്ടാണ് ഈ കുട്ടികൾ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം കേന്ദ്രമന്ത്രി വി മുരളീധരന് നൽകിയത്. PM മോദിജിയും മിനിസ്റ്റർ വി മുരളീധരൻ സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ടോക്കൺ ഓഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്തു ഓൺലൈനായിട്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകിയത് മറുനാട്ടിൽ നിന്നുള്ളവരെ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്നതാണെന്ന് മന്ത്രിയും പറഞ്ഞു. ലോകത്തിൽ എവിടെ കുടുങ്ങിക്കിടന്നാലും തിരികെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിങ്ങിങ് ബാക്ക് എവരി ഇന്ത്യൻ സേഫ് ആൻഡ് സെക്യൂർ, അതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ദൗത്യവും ലക്ഷ്യവും. കുട്ടികളുടെ വിഷമത്തേക്കാൾ കൂടുതൽ രക്ഷിതാക്കളെ സമാധാനിപ്പിക്കലായിരുന്നു ഏറ്റവും വലിയ വിഷമം. അവർക്കൊക്കെ ഒരു തരത്തിൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിന്റെ ഭാഗമായി. ഏതായാലും വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയും സ്നേഹവും വിജയത്തിന് കരുത്തുപകരുമെന്ന പ്രതീക്ഷയിലാണ് BJP. അമൃത ന്യൂസ്, തിരുവനന്തപുരം.